ഈ റാങ്കിനാണ് കഴിഞ്ഞ വർഷം സിവിലിൽ ഒരു ഗവൺമെന്റ് സീറ്റ് ലഭിച്ചത്. 52,000 റാങ്ക് വരെ സെൽഫ് ഫിനാൻസിംഗിൽ ഒരു അവസരം. അപ്പൊ ഏറ്റവും ഡിമാൻഡിംഗ് ആയിട്ട് വന്നൊരു കോളേജ് എന്ന് പറയുന്നത് ഹലോ ഡിയർ എഞ്ചിനീയറിംഗ് ആസ്പിരൻസ്. സോ എഞ്ചിനീയറിംഗിന്റെ വിവിധ സ്ട്രീമുകളെ കുറിച്ച്, വിവിധ ബ്രാഞ്ചുകളെ കുറിച്ചാണ് കഴിഞ്ഞ കുറെ വീഡിയോസിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഏറെ ഡിമാൻഡിംഗ് ആയിട്ടുള്ള ഗവൺമെന്റ് സെക്ടറിലും പ്രൈവറ്റ് സെക്ടറിലും നിരവധി ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് നൽകുന്ന സിവിൽ എഞ്ചിനീയറിംഗിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ സിവിൽ ഒപ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ അവർക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന വിവിധ കോളേജുകൾ, ഏതൊരു റാങ്ക് ലഭിച്ചാലാണ് ഒരു ഗവൺമെന്റ് സീറ്റ് നിങ്ങൾക്ക് കിട്ടുക, അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസിങ് സീറ്റിലേക്കുള്ള നിങ്ങളുടെ സാധ്യത എത്രമാത്രമാണ്, ഇതൊക്കെ നമ്മൾ കാണാൻ പോവാണ്. സോ ഇതൊക്കെ നമുക്ക് സിവിൽ എഞ്ചിനീയറിംഗ് ഓഫർ ചെയ്യുന്ന വളരെ ഡിമാൻഡിംഗ് ആയിട്ടുള്ള പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം, TKM കോളേജ് കൊല്ലം. ഇവിടെയൊക്കെ സിവിൽ എഞ്ചിനീയറിംഗ് അവൈലബിൾ ആണ്, ഗവൺമെന്റ് സീറ്റുകൾ അവൈലബിൾ ആണ്. സോ നമുക്കൊന്ന് നോക്കാം ഡീറ്റെയിൽഡ് ആയിട്ട്. ആദ്യം ഓപ്പൺ വിഭാഗത്തിന്റെ കാര്യം നോക്കുകയാണ്. ഓപ്പൺ വിഭാഗം നോക്കുകയാണെങ്കിൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രമാണ് ഏറ്റവും കുറഞ്ഞ റാങ്കുകൾ, അതായത് ടോപ്പ് റാങ്കിങ് വന്ന കുട്ടികൾ ഒപ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ട്രിവാൻഡ്രത്ത് 5286 വരെ, ആ റാങ്കുകാർക്ക് വരെയാണ് സെക്കൻഡ് അലോട്ട്മെന്റിലൂടെ കഴിഞ്ഞ വർഷം അഡ്മിഷൻ ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ട്രിവാൻഡ്രത്ത് പഠിക്കാനാണെങ്കിൽ, ഈ ഒരു കോളേജ് ഒപ്റ്റ് ചെയ്യാനാണെങ്കിൽ ഏകദേശം ഒരു 5000-6000 റാങ്കിനുള്ളിൽ തന്നെ നിങ്ങൾ എത്തേണ്ടി വരും, യാതൊരു റിസർവേഷനും കൂടാതെയാണ്. യെസ്, ആൻഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 13,000 റേഞ്ച് റാങ്കുകാർക്ക് വരെ ഒരു ഗവൺമെന്റ് സീറ്റ് സിവിലിൽ ലഭിച്ചിട്ടുണ്ട്. ഇപ്പൊ കാലിക്കറ്റ് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് കാലിക്കറ്റ് നോക്കുകയാണെങ്കിൽ 13,207 അഡ്മിഷൻ ലഭിച്ചു. അതേപോലെ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് കണ്ണൂർ നോക്കുകയാണെങ്കിൽ 13,423 അവിടെ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ കോളേജുകളും ഇവിടെയുണ്ട്. ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ വളരെ ഡിമാൻഡിംഗ് ആയിട്ടുള്ള ഒരു കോളേജ് തന്നെയാണ്. 9,565 ആ റാങ്കുകാർക്കാണ്, അതായത് 10,000 റാങ്കിനുള്ളിൽ വന്നെങ്കിൽ മാത്രമാണ് തൃശ്ശൂർ കഴിഞ്ഞ തവണ അഡ്മിഷൻ ലഭിക്കുന്നത് സിവിലിന്. ഏകദേശം 13-14 ആ ഒരു റേഞ്ച് ആയിരിക്കണം, ആ ഒരു റാങ്ക് ലക്ഷ്യം വെച്ചിട്ടായിരിക്കണം സിവിലിൽ ഒരു ഗവൺമെന്റ് സീറ്റിന് വേണ്ടി നിങ്ങൾ പഠിക്കേണ്ടത്. ആൻഡ് ഇനി ഈഴവ കാറ്റഗറി നോക്കുകയാണെങ്കിൽ ട്രിവാൻഡ്രത്ത് അഡ്മിഷൻ ലഭിക്കുന്നത് 6,362 റാങ്കിനാണ്. ആൻഡ് 16,000-17,000 റേഞ്ചുകാർക്കൊക്കെ കഴിഞ്ഞ തവണ ഒരു ഗവൺമെന്റ് സീറ്റ് കിട്ടിയിട്ടുണ്ട് ഈഴവ കാറ്റഗറി. നമുക്കൊരു കോളേജ് നോക്കാം. ഗവൺമെന്റ് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കോട്ടയം, RIT കോട്ടയം നോക്കുകയാണെങ്കിൽ RITയിൽ 16,157 അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ 16,000 റാങ്കുകാർ അവിടെ സേഫ് ആയിരുന്നു. ഇനി മുസ്ലിം കാറ്റഗറിയിലേക്ക് വരികയാണെങ്കിൽ 6,348 ട്രിവാൻഡ്രത്ത് അഡ്മിഷൻ ലഭിക്കുന്നത്. TKM കോളേജ് നോക്കുകയാണെങ്കിൽ 11,126 കാലിക്കറ്റ് കോഴിക്കോട് നോക്കുകയാണെങ്കിൽ 17,673 അഡ്മിഷൻ ലഭിച്ചു. അപ്പോൾ ഒരു 15,000-17,000 റേഞ്ചിൽ വരുന്ന എല്ലാ കുട്ടികൾക്കും ഒരു ഗവൺമെന്റ് സീറ്റ് ലഭിച്ചിട്ടുണ്ട് മുസ്ലിം കാറ്റഗറി. LA കാറ്റഗറി പറയുകയാണെങ്കിൽ ട്രിവാൻഡ്രത്ത് 11,291 അഡ്മിഷൻ ലഭിച്ചത്. എന്നാൽ 20,000 റേഞ്ചുകാർക്ക് 35,000, 37,000, 45,000 റേഞ്ചുകാർക്ക് വരെ LA കാറ്റഗറിയിൽ അഡ്മിഷൻ ലഭിച്ചു. 45,132 കോഴിക്കോട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ ലഭിച്ചു. അതായത് മക്കളെ, ഇനി നിങ്ങൾ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ പോലും നിങ്ങൾക്കൊരു അവസരമുണ്ട്. 45,000 റാങ്കുകാർക്ക് വരെ എന്ത് ലഭിച്ചിട്ടുണ്ട്, ഒരു സീറ്റ് ലഭിച്ചിട്ടുണ്ട്. സോ നീറ്റ് എക്സാം അല്ലെങ്കിൽ JEE ഒക്കെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്കൊരു സീറ്റ് നേടിയെടുക്കാൻ സാധിക്കും. പക്ഷെ ഇപ്പോൾ തന്നെ നിങ്ങൾ അതിനുള്ള ശ്രമങ്ങൾ തുടങ്ങണം. സോ നിങ്ങളുടെ പബ്ലിക് എക്സാമിനോടൊപ്പം തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങുക. റിപ്പീറ്റ് ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല. നിങ്ങൾക്ക് ഈ ഒരു വർഷം തന്നെ ഇത് ക്രാക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. ഇനി ബാക്ക്വേർഡ് ഹിന്ദു നോക്കുകയാണെങ്കിൽ 8,047 കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രത്ത് അഡ്മിഷൻ ലഭിക്കുന്നത്. ആൻഡ് നമ്മൾ റാങ്കിന്റെ റേഞ്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം 21,000-20,000 റേഞ്ചുകാർക്ക് വരെ ഗവൺമെന്റ് സീറ്റ് ലഭിച്ചിട്ടുണ്ട്. കാലിക്കറ്റ് അഡ്മിഷൻ ലഭിച്ചത് 20,053 ഓക്കെ. DV കാറ്റഗറി നോക്കുകയാണെങ്കിൽ നമ്മൾ ഇത് പറഞ്ഞതുപോലെ തന്നെ 46,000 റേഞ്ചുകാർക്ക് വരെ പാലക്കാട് NSS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പാലക്കാട് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. 46,722. അതേപോലെ അതേപോലെ തന്നെ പാലക്കാട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ ലഭിക്കുന്നത് 51,160 റാങ്കുകാരനാണ്. 51,000 സെക്കൻഡ് അലോട്ട്മെന്റിലൂടെയാണ്. അപ്പൊ ഇനിയും അവസരങ്ങൾ അവിടെ അവശേഷിക്കുന്നുണ്ട്. യെസ്, VK കാറ്റഗറി വരികയാണ്.
വരികയാണെങ്കിൽ 6909 റാങ്കിനാണ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രത്ത് അഡ്മിഷൻ ലഭിക്കുന്നത്. ഇനി TKM കൊല്ലം നോക്കുകയാണെങ്കിൽ 11501 VKയുടെ ലാസ്റ്റ് റാങ്ക്. ആൻഡ് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് കാലിക്കറ്റ് നോക്കുകയാണെങ്കിൽ 14363. ഏകദേശം 20120 റാങ്കുകാരന് വരെ ആ ഒരു കാറ്റഗറിയിൽ ഗവൺമെന്റ് സീറ്റ് ലഭിച്ചിട്ടുണ്ട്. യെസ്, നെക്സ്റ്റ് വൺ ഇസ് BX ബാക്ക്വേർഡ് ക്രിസ്ത്യൻ കാറ്റഗറിയാണ്. ട്രിവാൻഡ്രത്ത് 8540 അഡ്മിഷൻ ലഭിക്കുന്നത്. ഏകദേശം 41776 വരെ സെക്കൻഡ് അലോട്ട്മെന്റിൽ ഒരു ഗവൺമെന്റ് സീറ്റ് കിട്ടിയിട്ടുണ്ട്. കാലിക്കറ്റ് ആണ് പഠിക്കുന്നത്. ഓക്കെ, പഠിക്കുന്നത് അവിടെയല്ല, അഡ്മിഷൻ ലഭിച്ചത് അവിടെയാണ്. കുട്ടി ഒപ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല. യെസ്, KN കാറ്റഗറിയാണ്. അപ്പോൾ ഇതൊക്കെ ലാസ്റ്റ് റാങ്കുകാരനാണ്. ഇനിയും അലോട്ട്മെന്റ് നടക്കുന്നുണ്ട്. സെക്കൻഡ് അലോട്ട്മെന്റിന് ശേഷം വീണ്ടും അലോട്ട്മെന്റ് ഉണ്ട്. അപ്പോൾ ഇതിലും കുറച്ചും കൂടി റാങ്ക് പിന്നിലേക്ക് പോയാൽ പോലും നിങ്ങൾക്ക് സാധ്യതകളുണ്ട്. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഇത് അഡ്മിഷൻ കിട്ടിയ കുട്ടികളുടെ ലിസ്റ്റാണ്. എല്ലാ കുട്ടികളും ഇവിടെ അഡ്മിഷൻ എടുക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അവർ ചിലപ്പോൾ വേറെ കോളേജുകളോ അല്ലെങ്കിൽ വേറെ കോഴ്സുകളോ ഒക്കെ ഒപ്റ്റ് ചെയ്യുന്നവരുണ്ടായിരിക്കാം. ഇക്കൂടെ തന്നെ JEE എൻട്രൻസ് എഴുതിയ ആൾക്കാരുണ്ടായിരിക്കാം. അവർക്ക് അത് കിട്ടിയെങ്കിൽ ചിലപ്പോൾ അവർ അത് ഒപ്റ്റ് ചെയ്തെന്ന് വരാം. സോ അവസരങ്ങൾ ഏറെയാണ്. ഇതാണ് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് എന്ന് മാത്രമാണ്. ഓക്കെ അല്ലേ? യെസ്. ദെൻ KN കാറ്റഗറിയിലേക്ക് വരികയാണെങ്കിൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം 15435 അവസാനമായിട്ട് അഡ്മിഷൻ എവിടെ ട്രിവാൻഡ്രത്ത് ലഭിക്കുന്നത്. ആൻഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 40778 വരെ ഒരു ഗവൺമെന്റ് സീറ്റ്, ഗവൺമെന്റ് സെക്ടറിൽ ഒരു സിവിൽ എഞ്ചിനീയറിംഗ് സീറ്റ് ലഭിച്ചിട്ടുണ്ട്. KU കാറ്റഗറിയിലേക്ക് വരികയാണെങ്കിൽ 45766 ലാസ്റ്റ് റാങ്ക്. ആൻഡ് 36000 റാങ്കുകാരന് ട്രിവാൻഡ്രത്ത് അഡ്മിഷൻ ലഭിച്ചു. SC കാറ്റഗറിയിലേക്ക് വരികയാണെങ്കിൽ ട്രിവാൻഡ്രത്ത് 19853 അഡ്മിഷൻ ലഭിക്കുന്നത്. ഏകദേശം ഒരു 47533 വരെ SC കാറ്റഗറിയിൽ ഗവൺമെന്റ് സീറ്റ് കഴിഞ്ഞ വർഷം ലഭിച്ചിട്ടുണ്ട്. ST കാറ്റഗറി നോക്കുകയാണെങ്കിൽ 52466 വരെ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. 52000 ആണ്. ആൻഡ് ട്രിവാൻഡ്രം നോക്കുകയാണെങ്കിൽ 49459 ST വിഭാഗത്തിൽ ഒരു ഗവൺമെന്റ് സീറ്റ് ലഭിക്കുന്നത്. EW ഇക്കണോമിക്കലി വീക്കർ സെഷൻ ആണെങ്കിൽ 11754 ട്രിവാൻഡ്രത്ത് അഡ്മിഷൻ ലഭിച്ച കുട്ടിയുടെ ലാസ്റ്റ് റാങ്ക്. അത് കൂടാതെ 33867 റാങ്കുകാരന് വരെ കാലിക്കറ്റ് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. സോ കുറച്ചുകൂടി നിങ്ങൾ മത്സര ബുദ്ധിയോടെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ഈ ഒരു സീറ്റ് ഈസിയായി നേടിയെടുക്കാം. ആൻഡ് ഗവൺമെന്റ് സെക്ടർ കഴിഞ്ഞാൽ ഇനി സെൽഫ് ഫിനാൻസിങ് സെക്ടർ ഉണ്ട്. അവിടെയും നിരവധി അവസരങ്ങളുണ്ട്. എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് ഗവൺമെന്റ് അണ്ടറിലുള്ള പ്രൈവറ്റ് കോളേജുകളാണ്. അവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓപ്പൺ വിഭാഗം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആറന്മുള പത്തനംതിട്ട ഓപ്പൺ വിഭാഗം 49233 അവിടെ അഡ്മിഷൻ ലഭിക്കുന്നത്. ആൻഡ് 52440 വരെ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പത്തനാപുരം കൊല്ലമാണ്. യെസ്, ഇനി സെൽഫ് ഫിനാൻസിങ് സെക്ടർ കംപ്ലീറ്റ് ആയിട്ട് സെൽഫ് ഫിനാൻസിങ് സെക്ടറിലുള്ള കോളേജുകളുണ്ട്. ഓപ്പൺ വിഭാഗം നോക്കുകയാണെങ്കിൽ 50000 51000 52000 ഈ ഒരു റേഞ്ചാണ്. നിരവധി കുട്ടികൾക്ക് 50000 55000 റാങ്ക് ഉള്ളവർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ 1-2 കോളേജുകൾ നോക്കാം. അമൽ ജ്യോതി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കോട്ടയത്തുള്ള കോളേജാണ്. വളരെ ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു കോളേജ് തന്നെയാണ് സെൽഫ് ഫിനാൻസിങ് സെക്ടറിലാണെങ്കിൽ കൂടെ 52121 വരെ കഴിഞ്ഞ തവണ സെക്കൻഡ് അലോട്ട്മെന്റിലൂടെ അവിടെ ലഭിച്ചിട്ടുണ്ട്. ദെൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റ് പുന്നപ്ര 49916 അവിടെ ലഭിച്ചത്. അങ്ങനെ കാർമൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ആലപ്പുഴ 50926. സോ നിരവധി കോളേജുകൾ, ഇതൊക്കെ സെൽഫ് ഫിനാൻസിങ് സെക്ടറിൽ വരുന്ന പല കോളേജുകളാണ്. ഈ കോളേജിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ 45000 50000 48000 40000 25000 ഇതൊക്കെയാണ് റേഞ്ച് വരുന്നത്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ റാങ്ക് ഒരു 50000 റേഞ്ചിൽ വന്നാൽ പോലും കാറ്റഗറി അനുസരിച്ച് ആ ഒരു റാങ്ക് ലിസ്റ്റ് വേരി ചെയ്യാം. എന്നാൽ കൂടെ നിങ്ങൾക്ക് സേഫായിട്ട് സെക്യൂർ ആയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കോളേജിൽ സീറ്റ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ട്രിവാൻഡ്രം പോലത്തെ കോളേജുകളിൽ ഒരു 5000 റാങ്കിൽ വരുന്ന കുട്ടികൾക്ക് മാത്രമാണ് സിവിലിൽ ഗവൺമെന്റ് സീറ്റ് ലഭിച്ചത്. മുൻ വർഷങ്ങളിലൊക്കെ, അതായത് മുൻ കാലഘട്ടങ്ങളിലൊക്കെ വളരെ ഡിമാൻഡിങ് ആയിരുന്നു സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഡിമാൻഡിങ് അല്ല എന്നല്ല, എന്നാൽ പോലും ഗവൺമെന്റ് സെക്ടറിലേക്ക് ഓപ്പർച്യൂണിറ്റീസ് നോക്കുന്ന ആളുകൾക്ക് വളരെയധികം താല്പര്യമുള്ള ഒരു ഫീൽഡ് തന്നെയായിരുന്നു സിവിൽ. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് കമ്പ്യൂട്ടർ സയൻസ് ഒക്കെയാണ് ടോപ്പായിട്ട് വരുന്നത്. എന്നാൽ പോലും സിവിൽ ഏറെ ഡിമാൻഡിങ് ആണ്. സോ ഇനിയും ഒരുപാട് വീഡിയോസിലൂടെ ഒരുപാട് കോഴ്സുകളുമായിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. See you. Bye bye.